എനിക്കറിയില്ല. കുറച്ചു മുമ്പ് പുല്ലേപ്പണം വഴി പോകുന്ന കണ്ടു. അതാ പോയിരിക്കുന്നു. എടുത്തോ. വേഗം എടുത്തുണ്ടോ? കൊച്ചനെ, നിന്റെ കളരിയൊന്ന് കാണട്ടെ. അത് പിന്നെ എന്തായി? നമ്മുടെ പരിപാടി എല്ലാം പൊളിഞ്ഞാ തോന്നുന്നു. എന്ത് പറ്റി? അല്ല, ചേട്ടൻ വലിയ കളിയാശാനെന്ന് പറഞ്ഞിട്ട് പോത്തിനെ പോലെ അടി വാങ്ങിക്കുന്നു. അയ്യോ, അല്ല, അപ്പൂട്ടിനെ പോലെ അയാളും പടായാന്നു. അതൊന്നുമല്ല. അനന്തേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അയ്യോ, മനസ്സിൽ കണ്ടിട്ട് കാര്യമില്ല. ആദ്യം ശരീരം പടക്കാൻ നോക്കണ്ടേ. അല്ല, വേണം, അങ്ങോട്ട് പോ. അവൻ തത്വ എന്നാലും വേണ്ടില്ല. ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ വരുന്നെങ്കിൽ വന്നേക്ക്. ഞാൻ പറയുന്നത് നമ്മൾ ശരിയല്ല. നമുക്ക് വിവരം പോലീസിനെ അറിയിച്ചാലോ? പോലീസ് നമ്മളെ ചോദ്യം ചെയ്താൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കും. അവന്റെ ശരീരത്തിൽ വളരെ ഇളകിളയും വരുന്നതാണ്. ഇതാ പറയുന്നത് മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കുന്ന കല്ലിനും കൊണ്ടാണ് സൗരഭ. ചേട്ടന്റെ മനസ്സിന് കിട്ടാതിരിക്കുമോ?
എപ്പോഴും ഒറ്റപ്പാടെത്തി വലിയ നടപടി വാടാ. ഇനി കണ്ടാലും സാരമില്ല. അനന്തോ, ആരാ ഇത്? അനന്തോ. അതെ, ഞാൻ തന്നെ. മനസ്സിലായില്ല? എന്റെ കളരി കണ്ടിട്ടുള്ള ആരാധികയാണോ? ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സാവിത്രിക്കുട്ടി. ഇയാളാണല്ലേ ഈ കഥയിലെ നായിക? അതെ. അതാരാ? ഗായത്രി, സാവിത്രിക്കുട്ടിയുടെ ചേച്ചി. ഓ, അയ്യോ എന്റെ പൊന്നിയേട്ടാ, അപ്പുക്കുട്ടനെ പോലെ 1.5 മാസം മുമ്പ് തുടങ്ങിയതല്ലത്, 1.5 വർഷമായി. ഓ, സാവിത്രിക്കുട്ടി, ഇവനെന്റെ അനിയനാ അപ്പുക്കുട്ടൻ. ഞങ്ങൾ ഇരട്ടകളാ. ആദ്യം എന്നെ പ്രസവിച്ചത് കൊണ്ടാ ഞാൻ ചേട്ടനായി പോയത്. കളരി അറിയില്ലെങ്കിലും പ്രേമിക്കാനൊക്കെ അവൻ മിടുക്കനാ. സാവിത്രിക്കുട്ടി, എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? എന്റെ മനസ്സിൽ തച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണി, കളരി ആശാൻ, ചൂണ്ടുമർമ്മക്കാരൻ, ഞാനിതൊന്നുമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കളരിയും അഭ്യാസവും എന്നൊക്കെ കേട്ടപ്പോ വടക്കമ്പാട്ടിലെ ഒരു വീരനായകനായി എന്നെ കണ്ടു. നിർത്തണം നിന്റെ വാചകം. മനസ്സിലായി സാവിത്രിക്കുട്ടി, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനസ്സിന്റെ പരിഭവം അല്ലേ? ജീവിക്കാൻ അവന് കളരിമുറകൾ വേണമെന്നൊന്നുമില്ല, നാക്ക് മാത്രം മതി. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. ഇനി ഒന്നും നോക്കാനില്ല. സ്വാമി ആൾക്കാരെ കൊണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അപ്പണ്യ മാഷം കൊണ്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി. നാരദനെ ഒരു പാരയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ നാരദന്റെ ലക്ഷ്യം നന്മ മാത്രമാണെന്ന് അധികം ആൾക്ക് അറിഞ്ഞുകൂടാ. അല്ല അനന്ത? അല്ല അല്ല അനന്ത? ചായ തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? കൊണ്ടുവരുന്നു.